എന്നും ഈ പുട്ടേ ഉള്ളോ? ഇന്നലെ ഇഡ്ഡലി സാമ്പാറും അല്ലായിരുന്നു കേട്ടാ. അതാ പറഞ്ഞ്, ഒന്നുകിൽ ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ പുട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. മതി മോളെ, നിർത്ത്. നമുക്ക് അടുക്കള അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അവൻ അപ്പനും മോനും എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോളും. മക്കളെ നോക്കി, അമ്മയ്ക്ക് ഇത്രയും ലിപ്സ്റ്റിക് പോരെ? മക്കളെ ചൂട് ഡാർക്കായി കിട്ടും. അടാ നീ വന്നോ? എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഞാൻ മോളൂടെ ഷോപ്പിങ്ങിന് പോവാ. ഡിന്നർ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിനാണ് വേണ്ടി എന്താ വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം, അല്ലെ ഓർഡർ ചെയ്തോണം, കേട്ടല്ലേ? നീ പോവണ്ടാടി. അതെന്താടാ? അതെന്താ അവള് പോയാലേ? വൈകുന്നേരം ആകുമ്പോ നീ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോത്തില്ലയോ? ഇന്നേ വരെ അവള് പറഞ്ഞിട്ടുണ്ടോ പോവരുതെന്ന്? പോവണ്ടാന്ന്. അച്ഛനോടും കൂടെ പറയുന്നേ. എന്തോന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം, അല്ലെ ഓർഡർ ചെയ്തോണം. ഞാൻ പാർസലൊന്നും മേടിച്ചോണ്ട് വരത്തില്ല. കൈയും വീശി നടക്കാനുള്ളയാ. വാ മോളെ. എടി, ഈ ചായ ഒന്ന് ചൂടാക്കിത്താ. അവള് ചായ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര വട്ടം നിന്നെ വിളിച്ച്? ചായ എവിടെ ഇരുന്ന് അങ്ങ് ആറി. കൂടെ ചായ ചൂടാക്കാനേ ഇവിടെ ഗ്യാസ് ഇല്ല, കേട്ടോ മോളെ. നീ അവൻ പറയുന്ന കേട്ട് ഓച്ചാനിച്ച് നിന്നാല് പിന്നെ അതിനേ നേരം കാണത്തുള്ളൂ. തിന്ന പ്ലേറ്റ് എടുക്കത്തില്ല. എന്തിന്? ചായ കുടിച്ചാ ആ ഗ്ലാസ് ഒന്നെങ്കിൽ ജനലിന്റെ സൈഡിൽ കാണും, അല്ലെ തൂത്ത് വാരിക്കൊണ്ട് ചെല്ലുമ്പോ കാണാം സോഫയുടെ അടി ഇരിക്കുന്നേ. ഉണങ്ങി വരണ്ട് അത് കുതിരാൻ വെക്കണം. എന്തുകൊണ്ട്? നമ്മൾ വെയിറ്റ്രസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കഴുകണ്ട, ആ സിങ്ങിന്റെ അടുത്തൊന്ന് കൊണ്ട് വെച്ച് വിടായോ? എന്തിന്? എന്റെ ഇവിടെ ഇരുന്നാ മതി. ഈ സ്വിച്ച് ഇടാൻ വരെ നിന്നെ വിളിക്കും. അതുകൊണ്ട് ഇപ്പോഴേ വരച്ച വരെ നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അല്ല എന്റെ കാലശേഷം നിന്റെ ഉപ്പാടകത്തേ ഉള്ളൂ. 2 പിള്ളേരൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അതുകൊണ്ട് നോളയിലെ മുള്ളി വിട്ടോണം. ഞാൻ അനുഭവിച്ചൊന്നും നീ അനുഭവിക്കണ്ട. കൈ തളർന്നൊന്നും ഇരിക്കല്ലോ. അങ്ങോട്ട് പോയി ചൂടാക്കി കൂച്ചട്ടെ, കേട്ടോ മോളെ? വയറുവേദന എടുക്കുന്നോ? മോള് കുറച്ചേരം പോയി കിടക്ക്. ജോലിയൊന്നും ആയിട്ടില്ല. ജോലിയൊക്കെ ഞാൻ വിളിക്കോളാം. നീ വരുന്നതിന് മുമ്പ് ഞാനല്ലേ എടുത്ത് ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. പോയി കിടന്നുറക്കം. ഞാൻ അനുഭവിച്ചൊന്നും നീ അനുഭവിക്കാൻ പാടില്ല. തുണിയെല്ലാം മടക്കി വെക്കടാ തുണിയല്ല. നിന്റെ കൂറെല്ലാം ആ പെണ്ണല്ലേ കഴുകിയിട്ടത്. നിനക്ക് മടക്കി വെച്ചിടായോ? 24 മണിക്കൂറും ഫോണും തോണ്ടിക്കൊണ്ടങ്ങ് ഇരുന്നോള്. അമ്മ, അവക്ക് വീട്ടിൽ പോണോന്ന്. അതിന് എപ്പോഴും വീട്ടിൽ പോണോന്ന് പറഞ്ഞ എങ്ങനാ? അതെന്താ പോയാലേ? ഇതെന്തുവാ സത്രവോ? എടാ, അതിന് അച്ഛനും അമ്മയൊന്നും ഇല്ലയോ? നീ അനാഥാലയത്തിൽ നിന്നാണോ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നേ? അത് കാശ് കൊടുത്ത് വിലക്ക് മേടിച്ചോണ്ട് വന്നേ നീ അങ്ങോട്ട് തിരിച്ചു വിടാതിരിക്കാന്? അതുമല്ല, അവക്ക് അവിടെ വീട്ടിൽ പോകാൻ നിന്നോട് പെർമിഷൻ ചോദിക്കണോ? കൊള്ളാം. കഴിഞ്ഞ ആഴ്ച നീ ട്രിപ്പിന് പോയപ്പോ അവളോട് ചോദിച്ചിട്ടാണോ പോയത്? ആയിരുന്നോ? മക്കള് പോടി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അനുഭവിച്ചൊന്നും നീ അനുഭവിക്കണ്ട.